നേരത്തെ ഈ പറഞ്ഞ പ്രസന്ന അശോക് എന്ന പരാതിക്കാരി മുമ്പ് തന്നെ ഈ പരാതി ചൂണ്ടിക്കാട്ടിയിരുന്നാണ് അരുൺ പറഞ്ഞതുപോലെ. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെൻറ്റിൽ 4C എന്ന് പറയുന്ന ആ ഫ്ലാറ്റിൽ 9 വോട്ടാണ് അനധികൃതമായി ചേർത്തിട്ടുള്ളത് എന്നുള്ള ഒരു പരാതി അവർ തന്നെ ഉന്നയിച്ചാണ്. ഭരണാധികാരി പക്ഷേ അന്നത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്ന, പരാതിയിൽ അനങ്ങിയില്ല എന്ന് പറയുന്ന ഒരു വശം അവിടെ നിൽക്കുകയാണ്. ഇതെല്ലാമാണ് ഇതിൽ വരുന്ന ഇപ്പോൾ വെളിപ്പെടുന്ന കാര്യങ്ങൾ. ഇത് നിയമപരമായ അവസ്ഥയ്ക്കും അപ്പുറം ആ വിജയത്തിൻ്റെ ധാർമ്മികത വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ലേ ശ്രീ ജയചന്ദ്രൻ? അതിൽ രാഷ്ട്രീയമായ വളരെ ആസൂത്രിതമായി തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് വളരെ ആസൂത്രിതമായി അതിനെ മാറ്റിമറിക്കുന്ന രീതിയിൽ BJP കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നു. രാജ്യമാകെ അത് ചർച്ച ചെയ്യുന്നൊരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു അധ്യായമായി തൃശ്ശൂർ മാറുകയായിരുന്നു. ആ ഒരു പാറ്റേണാണ് ഇവിടെയും നടപ്പാക്കിയതെന്ന് ആളുകൾ കൂടുതൽ സംശയിക്കും വിധത്തിലേക്കാണോ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ വരുന്നത്? ഒരു കാര്യം കൂടി സൂചിപ്പിക്കുക. ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരായ പരാതിയെക്കുറിച്ച് ഇന്ന് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 6 മാസം അവിടെ സ്ഥിരതാമസക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ അതിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി 6 മാസം താമസിച്ചു എന്ന നിലയിൽ ഒരു രേഖയുണ്ടാക്കി. അത് വ്യാജരേഖയാണ്. കാരണം തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ആ സത്യവാങ്മൂലം കളവാണ് എന്ന പ്രധാനപ്പെട്ട പരാതിയാണ് വന്നിട്ടുള്ളത്. ആ വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് 14 പേരെയാണ് വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ പരാതി പോയിട്ടുള്ളത്. BJPയും സുരേഷ് ഗോപിയും വലിയ തോതിൽ ജനങ്ങൾക്ക് മുമ്പിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണോ ശ്രീ ജയചന്ദ്രൻ? ഇത് ശരത്തെ വലിയ ചില നൈതികതയുടെ പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് ഗൗരവതരമായി അടങ്ങിയിട്ടുണ്ട് എന്ന് പ്രാഥമികമായി തന്നെ ആർക്കും കാണാൻ കഴിയും. ഇത് ഞാൻ പെട്ടെന്ന് ഈ 2 ദിവസം മുമ്പ് തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ ഓർത്തൊരു കാര്യം, ജൂൺ 4-നായിരുന്നല്ലോ കഴിഞ്ഞ വർഷം 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണിയത്. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ UDF സ്ഥാനാർത്ഥിയായിരുന്ന K. മുരളീധരൻ്റെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞത്, കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ സുരേഷ് ഗോപിയും സംഘവും BJP ഉൾപ്പെടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 55,000 വോട്ടാണ് ചേർത്തത്. ഇത് മുഴുവനും പുള്ളി പറഞ്ഞതിൽ ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള കാര്യമായിട്ട് അന്ന് തന്നെ എനിക്ക് തോന്നിയത്, ഇത് ചേർത്തതിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ചേർത്തത് എന്നും ശ്രീ മുരളീധരൻ. അപ്പോൾ അവിടെ 2 ഉദാഹരണങ്ങൾ, ഒരു പ്രാവശ്യം മാത്രമല്ല, മുരളീധരൻ ഇത് ആവർത്തിക്കുന്നത്. അതെ, അവിടെ അതിനെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെൻറ്റിലെ 4C എടുക്കാം. അവിടെ 9 വോട്ടുകൾ ഒരു ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് അതിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അടക്കം വരുന്നുണ്ട്. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞ K. മുരളീധരൻ അന്ന് തന്നെ പറഞ്ഞു BJP 50,000 വോട്ട് ചേർത്തു. അന്ന് പരാതി കൊടുത്ത കാര്യങ്ങളും ഇപ്പോഴും K. മുരളീധരൻ അത് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി താങ്കളുടെ ഈ ഭാഗത്തേക്ക്, അതായത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ ആകെയുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 19 ഇടത്തെയും പൊതു ശരാശരി ഏതാണ്ട് 79,000 വോട്ടാണ് പുതിയ വോട്ടർമാർ ചേർക്കപ്പെട്ടത്. പക്ഷേ അത് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അത് 1,45,000 ഉയരുന്നു. നമ്മുടെ സ്റ്റേറ്റ് ശരാശരിക്കും എത്രയോ മുകളിലാണ് ഒരൊറ്റ ലോക്സഭാ മണ്ഡലത്തിൽ. അതാണിപ്പോൾ ഏറ്റവും അധികം സംശയാസ്പദമായി നിൽക്കുന്നതും ഈ വിവരങ്ങൾ വന്നിട്ടുള്ളതും. മുരളീധരൻ പറഞ്ഞ കണക്ക് കറക്റ്റാണ്. 79,000 എന്ന് പറഞ്ഞ് നമ്മൾ റൗണ്ട് ചെയ്ത് 80,000 എന്ന് കൂട്ടിയാൽ, ശരാശരിയുടെ കൂടി 50,000 അധികം കൂട്ടിയാൽ, BJP ചേർത്തു എന്ന് അദ്ദേഹം ആരോപിച്ചത് കൂട്ടിയാൽ തന്നെ 1,30,000 ആകുന്നു. 1,30,000. 1,45 അവിടുത്തെ പുതിയ വോട്ടർമാരുടെ കണക്ക് ശ്രീ ജയചന്ദ്രൻ. അതെ, അത് വളരെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന അന്നോ പിന്നീടോ വേണ്ടത്ര ഗൗരവത്തിൽ ഒരു ഭാഗത്തുനിന്നും, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വസ്തുതയായിട്ട് കാണേണ്ട ഒരു കാര്യം. രണ്ടാമത്, ശരത്ത്, ഈ ഏത് പ്രശ്നമുണ്ടായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏത് പ്രശ്നം ഉണ്ടായാലും ശരി, ധാർമ്മികതയുടെ പേരിൽ അങ്ങേയറ്റം ഊറ്റം കൊണ്ട് ബാക്കിയുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളെയും, ഏറ്റവും പ്രധാനമായി LDF സർക്കാരിനെ, വിശേഷിച്ച് CPM-നെ, അത് കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഒക്കെ നിശിതമായി വിമർശിക്കുന്ന ഒരു പ്രവണത തന്നെ, അതൊരു ട്രെൻഡായിട്ട് കൊണ്ടു നടക്കുന്ന സംവിധാനമാണ് BJPയുടെ നേതാക്കന്മാരുടേതെല്ലാം. അതല്ല, അവരത് ധാർമ്മികതയുടെ അപ്പോസ്റ്റലന്മാരായിട്ടാണ് എവിടെയും അവതരിക്കുന്നത്. ഇവിടെ ധാർമ്മികതയ്ക്ക് എന്തെങ്കിലും ഒരു വിലയുണ്ടോ? ഇപ്പോൾ ശ്രീ അരുൺകുമാർ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ
കോടതിയിൽ മറ്റൊരു വശമാണ് ഇതിൻ്റെ വരുന്നത്. ശരിയാണ്, അതങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു നൈതികതയില്ലേ, ഒരു ധാർമ്മികത വേണ്ടേ? രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പിന്നെ ഈ തീരെ അങ്ങേയറ്റം സെൽഫിഷാക്കി കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് ഇവരിങ്ങനെ മാറ്റി തീർത്താൽ ജനങ്ങളിത് കാണുകയല്ലേ. എന്തുകൊണ്ടാണ് ജനങ്ങൾ BJPക്ക് അധികാരം കൊടുക്കാത്തതെന്ന് ഇത് കൂടുതൽ വല്ലതും തെളിവ് ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ജനങ്ങൾ BJPക്ക് കേരളത്തിൻ്റെ അധികാരം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഏറ്റവും പ്രകടമായ കാര്യം ഇത് തന്നെയാണ്. മാനിപ്പുലേഷൻ പിന്നെ അറ്റ് ഇറ്റ്സ് ഹൈറ്റ്സ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ തന്നെ ഈ കൃത്രിമത്വം, ഉപജാപം നടത്തുക. അങ്ങനെ ഉപജാപം നടത്തി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന, അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്ന പരിപാടിയാണ് ഒന്ന്. അടുത്തത്, ഇന്ന് ശരത് അത് പറഞ്ഞു എങ്കിലും എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുകയാണ്. BJPയുടെ നാഷണൽ കൗൺസിൽ മെമ്പറാണല്ലോ ശ്രീ V. മുരളീധരൻ. മുൻ കേന്ദ്രമന്ത്രിയാണ്, കേരളത്തിൽ പ്രസിഡൻ്റായിരുന്നു, ഒക്കെ ആയിരുന്നു. അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങളോട് ഇന്ന് എന്താണ് പറഞ്ഞത്? അങ്ങനെ രാഷ്ട്രീയ നേതാവ് പറഞ്ഞിട്ട് BJPക്കാർക്ക് അതിനകത്ത് യാതൊരു ഉളുപ്പും തോന്നുന്നില്ല. അദ്ദേഹത്തിന് തോന്നുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ അതിനകത്ത് യാതൊരു ലജ്ജയും തോന്നുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, 11 വോട്ടല്ലേ നിങ്ങൾ കള്ളവോട്ടെന്ന് പറയുന്നത്? അത് കഴിഞ്ഞാൽ 75,000 ഭൂരിപക്ഷത്തിൽ പിന്നെയും ബാക്കി കിടക്കുകയല്ലേ? 11 വോട്ടല്ലേ കള്ളവോട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ശരിയാണ്, നിങ്ങൾ പറയുന്നത് പോലെ BJP കള്ളവോട്ട് ചെയ്തു, അത് ഞങ്ങൾ അംഗീകരിച്ചെന്നേ. പക്ഷെ ബാക്കി 75,000 11 കഴിഞ്ഞ് ബാക്കി ഭൂരിപക്ഷം അപ്പോഴും ഉണ്ടല്ലോ എന്ന് പച്ചയ്ക്ക് പറയുന്ന BJPയുടെ നാഷണൽ കൗൺസിൽ മെമ്പർ. അതാണല്ലോ കാണേണ്ടത്. അപ്പം അങ്ങനൊരു നാഷണൽ കൗൺസിൽ മെമ്പറെ എങ്ങനെയാണ് കേരള ജനങ്ങൾ മുഖവിലയ്ക്ക് പോലും എടുക്കേണ്ടത്? പിന്നെ ഇങ്ങനെ കൃത്രിമത്വം, ഉപജാപം നടത്തുന്നതിന് ഒരു മടിയുമില്ല എന്നുള്ള നിലയിൽ തന്നെയല്ലേ അദ്ദേഹത്തെ കാണാൻ കഴിയുക. ഇത് പിന്നെ ഈ യാദൃശ്ചികമായി സംഭവിച്ചതാണെന്നോ അല്ലെങ്കിൽ ഇരട്ട വോട്ടിൽ 2 വോട്ടും ഇപ്പം നമ്മുടെ പാനലിസ്റ്റുകളിലുള്ള അദ്ദേഹം ജിതിൻ പിന്നെ ചെന്നിത്തലയുടെ അടക്കം, അമ്മയുടെ അടക്കം കാര്യങ്ങൾ പറഞ്ഞു. അവർ 2 വോട്ടുണ്ട് ചെയ്തോ, സുഭാഷ് ഗോപി 2 വോട്ട് ചെയ്തോ, അതല്ല പ്രശ്നം. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് BJP കേന്ദ്ര ഭരണകക്ഷിയാണ്. കേന്ദ്ര ഭരണകക്ഷി ആസൂത്രിതമായ മാനിപ്പുലേഷൻ കഴിഞ്ഞ 5 വർഷം അവർ അധികാരത്തിൽ ഉണ്ട്, അതിന് മുമ്പുള്ള 5 വർഷമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അധികാരത്തിലിരിക്കുന്ന കക്ഷിയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇത് റിഗ്ഗിങ്, പിന്നെ ശാസ്ത്രീയമായ റിഗ്ഗിങ് ആണ്. വോട്ട് ഈ ബൂത്ത് പിടുത്തം തന്നെയാണ് ഒരു തരത്തിൽ ചെയ്യുന്നത്. അതാണ് കാണുന്നത്. ആ ബൂത്ത് പിടുത്തത്തിനെ അവരുടേതായ പുതിയൊരു വെർഷനിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ആർക്കും ബാധകമല്ല. അതിൻ്റെ അകത്ത് നൈതികതയുടെ പ്രശ്നം വരുന്നില്ല, ധാർമ്മികതയുടെ പ്രശ്നം വരുന്നില്ല. ഇതാണ് ഇവിടെ കാണുന്നത്. ഇത് ഒരു കാരണവശാലും നമ്മുടെ ഏത് പാർട്ടിയും ആയിക്കോട്ടെ, പാർട്ടി BJP ആണോ CPM ആണോ കോൺഗ്രസ് ആണോ എന്നുള്ളതല്ല അവിടെ കാണേണ്ടത്. ജനാധിപത്യത്തെ അങ്ങേയറ്റം അപകടത്തിലാക്കുന്ന ഒരു ഘട്ടമാണ്, ഒരു സാഹചര്യത്തിൽ രാജ്യം കടന്നു പോകുന്നതിന്റെ ഒരു ഗൗരവമായ പ്രശ്നത്തിൽ തൃശ്ശൂരും വന്നിരിക്കുന്നു.